സംഘത്തിൻ്റെ ഉള്ളിൽ വന്ന ചില പരിണാമങ്ങൾ, ചില പ്രത്യേക പരിണാമങ്ങൾ, പ്രത്യേകിച്ച് സേവയുടെ മേഖലയിലേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള ഗീതങ്ങൾ സംഘത്തിൽ വരുന്നു. രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ആ സന്ദർഭത്തിൽ ഇത്തരം ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഗീതങ്ങൾ വരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചപരിവർത്തനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ആ പഞ്ചപരിവർത്തനത്തിൻ്റെ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗീതങ്ങളും ഇപ്പോൾ നിലവിൽ വരികയാണ്. 100 കണക്കായിട്ടുള്ള ഗീതങ്ങൾ. അത് സംഘത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിൽ മാത്രമല്ല, എല്ലാ ഭാരതീയ ഭാഷകളിലും. ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് വായിക്കാനിടയായ ഒരു ഗീതം വിശ്വവിഭാഗിൽ പ്രവർത്തിക്കുന്ന സ്വയംസേവകർ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ഗണഗീതം. അപ്പോൾ എല്ലാ ഭാഷകളിലും സംഘഗീതങ്ങൾ, അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തി എടുക്കാൻ തന്നെ വിഷമമുള്ള വിധത്തിൽ 100 കണക്കിന് 1000 കണക്കിന് ഗീതങ്ങളുണ്ട്. ആ ഗീതങ്ങൾ എഴുതിയ കവികൾ, നേരത്തെയും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, കവികൾ ആരാണെന്നുള്ളതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അതത് സമയത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്തരം ഗീതങ്ങൾ പുറത്തു വരുന്നു.